ഹായ് ഫ്രണ്ട്സ്, മൊസൈക്ക് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നായി നാം ഒറ്റക്കെട്ടായി മാറികടന്നേ പോം, നാടാകെ നമ്മുടേതാകണ നാളെത്തും വൈകാതെ. ഒന്നായി നാം ഒറ്റക്കെട്ടായി മാറികടന്നേ പോം, നാടാകെ നമ്മുടേതാകണ നാളെത്തും വൈകാതെ. മലയിളക്കി അലറിപ്പാഞ്ഞെത്തുന്ന മലവെള്ളം, ആ കുത്തൊഴുക്കിൽ മനവും കാലുമിടറി മണ്ണടിയുന്ന മനുഷ്യജീവനുകൾ, ഉറ്റവരും ഉടയവരും കിടപ്പാടവും ജീവനോപാധികളുമൊക്കെ നഷ്ടപ്പെട്ട് കണ്ണീർ വറ്റി നിർവികാരരായി നോക്കി നിൽക്കുന്നവരുടെ ദയനീയ കാഴ്ചകൾ. ചെളിയും പാറക്കൂട്ടങ്ങളും തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങളും മലവെള്ളപ്പാച്ചിൽ വേരോടെ പിഴുതെറിഞ്ഞ വൻമരങ്ങളും സന്നദ്ധ ദുരിതാശ്വാസ പ്രവർത്തകരും തലങ്ങും വിലങ്ങും നീങ്ങുന്ന മണ്ണുമാന്തി യന്ത്രങ്ങളും ഒക്കെ നിറഞ്ഞ ദുരന്തഭൂമിയുടെ ചിത്രം ഹൃദയഭേദകമാണ്. ദുരന്തമുഖത്തെ വാവിട്ട കരച്ചിലുകളും തേങ്ങലുകളും കാണുമ്പോഴാണ് നമ്മിലേറെ പേരും നമുക്ക് ജീവിക്കാനിടമൊരുക്കിയ, ജീവനോപാധികൾ നൽകിയ പ്രകൃതിയെ മറന്നുകൊണ്ട് ഇതുവരെ പിന്തുടർന്ന ജീവിതശൈലിയെ ഓർത്ത് പരിതപിക്കുക. താൽക്കാലിക ലാഭത്തിനു വേണ്ടിയും കൂടുതൽ സുഖസൗകര്യങ്ങൾ തേടിയും ജനപിന്തുണ മോഹിച്ചുമൊക്കെ അശാസ്ത്രീയമായി ഈ മണ്ണിനെ വെട്ടിമുറിച്ചും മലകളിളക്കിയും ജലസ്രോതസ്സുകൾക്ക് തടയിട്ടും നമ്മൾ വികസന സ്വപ്നം നെയ്തപ്പോൾ അവയൊക്കെ പ്രകൃതിമാതാവിൻ്റെ വിരിമാറിൽ തീർക്കുന്ന മുറിപ്പാടുകളാണെന്ന സത്യം മാത്രം ആരും തിരിച്ചറിഞ്ഞില്ല. കഴിഞ്ഞ 15 വർഷത്തിനിടെ നിരവധി ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശം വരുത്തി കുന്നും മലയും നദീതടങ്ങളുമൊക്കെ ഇളക്കിമറിച്ച് 10ലേറെ പ്രകൃതി ദുരന്തങ്ങൾക്കാണ് നമ്മുടെ കൊച്ചു കേരളം സാക്ഷ്യം വഹിച്ചത്. ഇതിനൊക്കെ നാം എല്ലാവരും പഴിചാരുന്ന കാലാവസ്ഥാ വ്യതിയാനം എന്ന പ്രതിഭാസത്തിന് പിന്നിലും മറ്റാരുമല്ല, പ്രകൃതിയെ തീർത്തും അവഗണിച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹൃദമല്ലാത്ത വികസന സ്വപ്നവും നെഞ്ചേറ്റി നെട്ടോട്ടമോടുന്ന മനുഷ്യൻ തന്നെയാണ്. പത്തനംതിട്ടയിലെ ഏറ്റവും ഉയരം കൂടിയ ചെമ്പൻമുടി മല 2013 അതിനു മുകളിലായി ഒരാധുനിക കരിങ്കൽ ക്വാറി ആ മലയെ ഇളക്കിമറിക്കാൻ ഒരുങ്ങിയപ്പോൾ ജനകീയ പ്രതിരോധ സമിതി എതിർപ്പുമായി മുന്നോട്ട് വന്നു. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെ ആറന്മുള പുഞ്ചപ്പാടം നികത്തി അവിടെ ഒരു അന്തർദേശീയ വിമാനത്താവളം നിർമ്മിക്കാനുള്ള ശ്രമത്തിനെതിരെ ഒരു ബഹുജന പ്രക്ഷോഭവും നടക്കുന്നുണ്ടായിരുന്നു. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ ഈ 2 സ്ഥലങ്ങളും സന്ദർശിക്കാനെത്തി. ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഞാനും ഡോക്ടർ ഗാഡ്ഗിലിൻ്റെ സന്ദർശനം റിപ്പോർട്ട് ചെയ്യാനെത്തിയിരുന്നു. ഡോക്ടർ ഗാഡ്ഗിലിൻ്റെ സന്ദർശനം ആ 2 പ്രക്ഷോഭങ്ങൾക്കും ഊർജം പകർന്നുവെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ. സുപ്രീം കോടതിയുടെയും നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റേതും ഉൾപ്പെടെയുള്ള കോടതി ഇടപെടലുകളെ തുടർന്ന് ചെമ്പൻമുടി മലയും ആറന്മുള പുഞ്ചയും സംരക്ഷിക്കപ്പെട്ടു വന്നത് ചരിത്രം. പശ്ചിമഘട്ടമൊട്ടാകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടികൾ എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും. അതിന് വലിയ കാലതാമസമൊന്നും വേണ്ടിവരില്ല. ഏറിയാൽ 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പ്രസക്തി അക്കമിട്ട് പറഞ്ഞിട്ടുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. അതിനുശേഷം കേരളത്തിൽ നടക്കുന്ന 5ാമത്തേതും അതീവ ഭീകരവുമായ പ്രകൃതി ദുരന്തമായിരുന്നു 300-ലേറെ പേരുടെ ജീവനെടുത്ത വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലും മലയിടിച്ചിലും. കേരളത്തിലെ നദികളെക്കുറിച്ച് ഒട്ടേറെ ജനോപകാരപ്രദമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള നാഷണൽ സെന്റർ ഫോർ എർത്ത് ആൻഡ് സ്റ്റഡീസിലെ പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ ഡി പത്മലാൽ. നമ്മുടെ കൊച്ചു കേരളം ഇന്ന് നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും ഈ സ്ഥിതി തുടർന്നാൽ ഇനി വരാനിരിക്കുന്ന വിപത്തുകൾ എന്തൊക്കെയാവാം എന്നുമൊക്കെ പറയാൻ ഡോക്ടർ പത്മലാൽ നമ്മോടൊപ്പമുണ്ട്. 2018 അതിവർഷവും അതേ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലുകളും സൃഷ്ടിച്ച മഹാപ്രളയം പമ്പാ നദീതടത്തിലും മധ്യകേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വിനാശം വിതച്ചു. ആനത്തോട് ഡാമിന് താഴെയുണ്ടായിരുന്ന വലിയൊരു കുന്നിൻ്റെ പാതിയോളം കുത്തിയൊലിച്ചുപോയി. പ്രളയശേഷം പമ്പയിൽ അങ്ങോളം ഇങ്ങോളം പഠനം നടത്തിയിരുന്നു ഡോക്ടർ പത്മലാലും സംഘവും. ഡോക്ടർ പത്മലാൽ വനനശീകരണവും കുന്നുകളൊക്കെ ഇടിച്ചു നിർത്തുന്ന പ്രകൃതി വിരുദ്ധ രീതികളുമൊക്കെ നാം ഇന്ന് നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമായിട്ടില്ലേ? തീർച്ചയായിട്ടും ഈ കുന്നടിക്കലും മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളും ഇതുപോലുള്ള മനുഷ്യന്റെ ഇടപെടലുകളും ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കേരളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംസ്ഥാനമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൺസൂൺ മഴയുടെ കവാടമാണ് കേരളം. മൺസൂൺ മഴ ആദ്യമായിട്ട് കര തൊടുന്നത് കേരളത്തിലാണ്.
അപ്പൊ ഈ മൺസൂൺ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൺസൂൺ ലോക കാലാവസ്ഥ ഈ ഫോഴ്സിങ്ങുമായിട്ട്, ക്ലൈമാറ്റ് ഫോഴ്സിങ്, ഈ എൽനിനോ, ലാനിനോ, അതുപോലെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ, ഇതുപോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളുമായിട്ട് പൊക്കിൾക്കൊടി ബന്ധമുള്ള ഒരു പ്രതിഭാസമാണ് മൺസൂൺ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഏത് ചലനങ്ങളും ഈ മൺസൂൺ മഴയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കേരളത്തിലായിരിക്കും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ ആദ്യം സംഭവിക്കുക. ഇതിനിടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, 2002 ശേഷം ഈ കാലവർഷത്തിന്റെ സ്വഭാവം തന്നെ മാറിയെന്നൊരു വാദഗതി വന്നിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ 2017 തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ഓഖിയും അതുപോലെ തന്നെ ഉരുൾപൊട്ടല് ദുരന്തങ്ങളും, കവളപ്പാറ, പൊത്തുമല, പെട്ടിമുടി ദുരന്തങ്ങൾ, അത് ഇപ്പത വയനാട്ടിലെ അടുത്ത ദുരന്തങ്ങൾ, അപ്പൊ നമ്മൾ അതുപോലെ നമ്മളെ മണിമല നദിയിലെ കൊക്കയാറിലെ ദുരന്തങ്ങൾ, ഇങ്ങനെ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതിഫലിക്കുക എന്ന് പറയുന്നത് കേരളത്തിലായിരിക്കും. കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ്, മൺസൂൺ മഴയുടെ കവാടമാണ് കേരളം എന്ന് പറയുന്നത്. ഈ മൺസൂൺ മഴ കേരളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ 2 കൈവഴികളായിട്ടങ്ങ് തിരിയും. ഒന്ന്, നമ്മളെ സഹ്യപർവ്വതത്തിന് കടൽ തീരത്തിന് സമാന്തരമായിട്ട് അങ്ങ് പോകും. അത് കടൽ തീരത്തിന് സമാന്തരം കേരളത്തിൽ അടിച്ചതിന് ശേഷം നേരെ കർണാടകത്തിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് ഗോവ, അവസാനം ഗുജറാത്ത്, ഇത്രയും സ്ഥലങ്ങളിലേക്ക് മഴ പെയ്യുകയും ചെയ്യും. അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ എന്നാൽ ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ ഈ ഭാഗത്തായിരിക്കും സംഭവിക്കുക. അത് തന്നെ ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മല എവിടെയാണ് ഉയർന്നു നിൽക്കുന്നത് അത്തരം ഭാഗങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അങ്ങനെയുള്ള 2 സ്ഥലങ്ങൾ, ഒന്ന് നമ്മളെ പീരുമേട് പ്ലേറ്റോയാണ്, രണ്ടാമത് നമ്മൾ വയനാട് പ്ലേറ്റോയാണ് ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മഴമേഘങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നമ്മളെ പീരുമേട് പ്ലേറ്റോയുടെ അടിവാരങ്ങളിൽ വെച്ചിട്ടും അതിന്റെ മുകളിൽ വെച്ചിട്ടും അത് സാന്ദ്രീകരിച്ചിട്ട് അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകും. ഈ മഴ തന്നെ, മഴയുടെ പാറ്റേൺ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ പാറ്റേൺ മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്ലൗഡ് ബസ്റ്റ് ഒരു പ്രത്യേക സ്ഥലത്ത്, ചെറിയ സ്ഥലത്ത് കൂടുതൽ മഴ പെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മലമടക്കുകളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് പ്രളയമോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഈ പീരുമേട് പ്ലേറ്റയിലുള്ള താഴ്വാരങ്ങൾ. അവിടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അച്ചൻകോവിൽ, പമ്പ, മണിമല, മീനച്ചൽ, അതുപോലെ തന്നെ മൂവാറ്റുപുഴ, പിന്നെ പെരിയാർ അതിലേക്ക് വരും. പെരിയാർ യഥാർത്ഥത്തിൽ പമ്പയുടെ തലയിൽ തന്നെ തുടങ്ങിയിട്ട് പീരുമേട് പ്ലേറ്റയിലൂടെ ഇങ്ങനെ സഹ്യപർവ്വതത്തിന് പാരലായിട്ട് ഉയരത്തിലേക്ക് ഒഴുകി അവസാനം ഇടുക്കിയിൽ വന്നിട്ട് ഒരു 90 ഡിഗ്രി തിരിഞ്ഞിട്ട് പടിഞ്ഞാറോട്ട് ഒഴുകിയാണ് മുനമ്പത്തും വാരാപ്പുഴ ബാക്ക് വാട്ടേഴ്സിലും 2 കൈവഴികളായിട്ട് ചെന്ന് ചേരുന്നത്. അപ്പൊ അതൊരു എൽ പോലെ കിടക്കുന്നതാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ പമ്പയുടെ ഒരു അതിർത്തിയിൽ തന്നെയാണ് ഇത് തുടങ്ങുന്നത്, മലമുകളിൽ വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പമ്പയിലും പെരിയാറിലുമായിരിക്കും. കാര്യം പമ്പയിലും പെരിയാറുമാണ് ഈ പീരുമേട് പ്ലേറ്റയെ 2 രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം അവിടെ നിന്നാണ് മലമുകളിൽ വെച്ചത് തുടങ്ങുന്നത്. ഈ നമ്മളെ മണിമല, മീനച്ചൽ, മൂവാറ്റുപുഴയൊക്കെ ഇതിന്റെ താഴ്വാര, ഈ നമ്മൾ സഹ്യപർവ്വതത്തിന്റെ താഴ്വാരത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് ആ പ്ലേറ്റോയിൽ ടച്ച് ചെയ്തിട്ട് ഒഴുകുന്ന പമ്പയിലും പെരിയാറിലുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് 2018 പ്രളയം വന്നപ്പോഴത്തേക്ക് പെരിയാറിലും പമ്പയിലുമാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള അതിന്റെ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചിരുന്നത്, നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നദീതടങ്ങളിൽ ഒരുപാട് ഖനന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അശാസ്ത്രീയമായ ഖനന പ്രവർത്തനങ്ങളും ഇവിടെയുള്ള മണ്ണിന്റെ അടുക്കുകളുടെയൊക്കെ അതിന്റെ ബലക്ഷയം ഉണ്ടാക്കുന്നില്ല. കാരണം ഇതെല്ലാം എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായ പ്രകമ്പനങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ ഈ സ്ഥലങ്ങളിലെ മലമുകളിലെ മണ്ണിന്റെ ഘടനയിൽ മാറ്റങ്ങൾ വരും. അതിനകത്ത് ചെറിയ ചെറിയ സൂക്ഷിപ്പൊട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി കിടക്കും. ഇതെല്ലാം അതിശക്തമായ മഴ പെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഈ ജിയോളജിക്കൽ ഏജൻസിനെ പറ്റി നമുക്കറിയാമല്ലോ. എന്നുവെച്ചാൽ മണ്ണ് മലമുകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണം. അത് ഭൂമി ജനിച്ച അന്ന് മുതൽ തുടങ്ങിയ കാര്യങ്ങളാണ്. മഴ പെയ്തു തുടങ്ങിയ അന്ന് തൊട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അത് സെഡിമെന്റ് സൈക്കിൾ എന്ന് പറയും. അത് ഒരു പ്രകൃതിയാ ഉണ്ടാകുന്ന പ്രതിഭാസമാണ്. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അതിന് സെഡിമെന്റ് സൈക്കിളാണ്. അത് കടലിലെത്തുകയും അടിഞ്ഞുകൂടുകയും ആ ഭാഗം വീണ്ടും ഉയർന്നു പൊങ്ങുകയും മലയാകുകയും വീണ്ടും തിരിച്ചൊഴുകുകയും ചെയ്യുന്ന ഒരു സെഡിമെന്റ് സൈക്കിൾ ഉണ്ട്. ആ സെഡിമെന്റ് സൈക്കിൾ പ്രോസസ്സ് നടന്നുകൊണ്ട് നമുക്കതിന് തടസ്സം വരുത്താൻ കഴിയില്ല. പക്ഷെ എന്നാൽ ഈ മനുഷ്യന്റെ ഇടപെടലുകൾ, മലയിലേക്കുള്ള ഇടപെടലുകള്, ഈ ഖനന പ്രവർത്തനങ്ങളൊക്കെ, ഈ അതിന്റെ എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മൾ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള ക്വാറിയിങ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുമ്പോൾ അതിന്റെ സോയിലിനകത്തുള്ള സ്ട്രക്ചറുകൾ മാറ്റം വരികയും, ഇവിടെ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനം നടക്കുന്ന ഈ സമയത്ത് നമ്മളുടെ മഴയുടെ പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ട്. ഈ ക്ലൗഡ് ബസ്റ്റിംഗ് പോലെയുള്ള
ഒരു പ്രത്യേക സ്ഥലത്ത് കൂടുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് ഈ പാറപൊട്ടിക്കൽ മൂലം ദുർബലമായിരിക്കുന്ന ഫ്രാക്ചേഴ്സ് ഒക്കെ വീണിരിക്കുന്ന മുകൾ മണ്ണില് ഈ അതിതീവ്ര മഴയുടെ ജലം കൂടെ കിനിഞ്ഞിറങ്ങുമ്പോൾ ഗ്രാവിറ്റിക്ക്, ഭൂഗുരുത്വത്തിന് കൂടുതൽ ഇതിനെ വലിച്ച് താഴോട്ട് ഇറക്കാനായിട്ടുള്ള കാര്യം. ഗ്രാവിറ്റി എന്ന് പറയുന്ന ജിയോളജിക്കൽ ഏജന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അത് ശക്തമായി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ മലയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഇങ്ങനെ മുകളിലിരിക്കുന്ന സാധനത്തിനെ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പറയുന്ന അതിതീവ്ര മഴയും അതുപോലുള്ള നമ്മളെ മനുഷ്യന്റെ ഇടപെടൽ മൂലം ഈ അവിടെയുള്ള സോയില് ദുർബലമായിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ മുകളിലുള്ള മണ്ണിന് ഇതിന് എളുപ്പത്തിൽ ആ മണ്ണ് ജലത്താൽ അതിപൂരിതമാകുകയും അത് ഗ്രാവിറ്റിക്ക് എളുപ്പത്തിൽ വലിച്ച് താഴോട്ട് ഇറക്കി കൊണ്ടുവരാനും കഴിയും. അപ്പൊ മണ്ണ് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന പാറയും എല്ലാം കൂടെ ഒരു നിമിഷം കൊണ്ട് ആ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് അതിവേഗത്തിലേക്ക് ശക്തമായി താഴേക്ക് ഒഴുകുന്നതാണ് നമ്മളെ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉരുൾപൊട്ടല് നടക്കുന്നതിന്റെ അടുത്ത് തന്നെ നമ്മൾ കൃഷി രീതികളൊക്കെ ഒരുപാട് മാറ്റിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മളിപ്പോ ഈ മലഞ്ചെരിവുകളിൽ തുണ്ട് ഭൂമികളിൽ ഒരു മനുഷ്യന് 5 ഏക്കർ ഭൂമി ഉണ്ടെങ്കിലും ആ ഭൂമിയിൽ ചിലപ്പോൾ നമുക്ക് പരിസ്ഥിതിക്ക് ഇണങ്ങിയ രീതിയിലുള്ള അല്ലാത്ത കൃഷി രീതികൾ കൊണ്ടുവരികയാണെങ്കിൽ ആ കൃഷി രീതി നടത്തിയിരിക്കുന്ന ചിലപ്പോൾ സ്ഥലങ്ങളിലായിരിക്കും ആ ക്ലൗഡ് ബസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്, മണ്ണിളകിയിരിക്കുകയായിരിക്കും. പക്ഷെ ഒരു മനുഷ്യന്റെ 5 ഏക്കറിലെ പ്രവർത്തനം പോലും ചിലപ്പോൾ അവിടെ നിന്നൊരു ലാൻഡ് സ്ലൈഡ് ഇനിഷ്യേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഒരു റീജിയണൽ ആയിട്ടുള്ള ലാൻഡ് യൂസ് പോളിസി കൊണ്ടുവന്ന് നമുക്ക് എല്ലാവരെയും ബോധവൽക്കരണം ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ഒരു മനുഷ്യന്റെ ഒരു 5 ഏക്കറിലെ പ്രവർത്തനം പോലും അവിടെയുള്ള മണ്ണിന് അവരുടെ ഇതുപോലുള്ള ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാക്കുന്ന സമയങ്ങളിൽ അത് മണ്ണൊലിപ്പ്, ഈ ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടലിന്റെ ഒരു പ്രേരക ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ കാരണമാകും. അപ്പൊ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് വളരെ പ്രസക്തമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൽ. ഒന്ന്, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാക്കുന്ന മാറ്റങ്ങൾ. 2, മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ, ഈ നമ്മളെ സഹ്യാദ്രിയിലെ ഇടപെടലുകൾ. ഇതെല്ലാം നമുക്ക് വളരെ ശക്തമായിട്ട് ദോഷകരമായിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു ഘടകങ്ങളാണ്. ഡോക്ടർ പത്മലാൽ, കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതിയുടെ മേലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം, ഇതിനെപ്പറ്റിയൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. താങ്കളുടെ പഠനങ്ങളിലെ സുപ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ചുരുക്കി പറയാമോ? ഒന്ന്, ഈ നദികളില് മണലുണ്ടായിരിക്കണം. മണല് എന്ന് പറയുന്നത് നദി ആവാസ വ്യവസ്ഥയുടെ വളരെ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ്. അതിതീവ്ര മഴയിൽ ജലം ഒഴുകുമ്പോൾ പോലും ഒരു നദിയിൽ അതിനാവശ്യമായ മണലുണ്ടെങ്കിൽ ആ നദിയുടെ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ക്ഷോഭം അടക്കാൻ നദിക്ക് കഴിയും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നദിയുടെ ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത 1 എന്നാൽ നദിയിലെ മണലിന്റെ ആപേക്ഷിക സാന്ദ്രത ശരാശരി 2.5 ആയിരിക്കും. അതിശക്തമായിട്ട് ജലം നദിയിലൂടെ ഒഴുകുമ്പോൾ ഈ മണല് ജലവുമായി കലങ്ങുകയും ആ മിശ്രിതത്തിന്റെ ആപേക്ഷിക സാന്ദ്രത ഏകദേശം 2ഓളം എത്തുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നദി അതിശക്തമായിട്ട് ഒഴുകുമ്പോൾ അതിനകത്ത് മണലൂടെ ആ ജലത്തിൽ കയറ്റി വെച്ചിട്ട് ഒഴുകുമ്പോൾ ആപേക്ഷിക സാന്ദ്രത കൂടുകയും അതിന് ഒഴുക്കിന് സ്ലോ ഡൗൺ ചെയ്യാനും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പൊ ഒഴുക്ക് നിയന്ത്രിക്കാൻ പറ്റും നദിക്ക് തന്നെ. അങ്ങനെ അതിനകത്തുള്ള ആവാസ വ്യവസ്ഥയെ നിലനിർത്താനും കഴിയും. അതുപോലെ തന്നെ മണല് എന്ന് പറയുന്നത് പല ജീവജാലങ്ങളും ബ്രീഡിങ്ങിന്റെയും സ്പാണിങ്ങിന്റെയും ഗ്രൗണ്ട്സ് ആണ്. അതിന്റെ ജീവിക്കണമെങ്കിൽ അതുപോലെ തന്നെ മണലിന്റെ അടരുകൾ എന്ന് പറയുന്നത് അതിന്റെ ഫ്ലഡ് പ്ലെയിനും നദിയുടെ ചാനലുമായിട്ടുള്ള ഈ അടരുകളാണ് ഭൂഗർഭ ജലത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും സൂക്ഷിച്ച് നിലനിർത്തുന്നതും ഒരു ജലസംഭരണിയായിട്ട് ആക്ട് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഈ മണലിന്റെ അടരുകൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നദിയുടെ ക്ഷോഭം കുറയ്ക്കാൻ ഇത് പ്രളയ സമയത്തോ ഏറ്റവും കൂടുതൽ ശക്തമായി നദി ഒഴുകുന്ന സമയത്തോ അതിന്റെ ക്ഷോഭം കുറയ്ക്കാൻ, അതുമൂലം ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കാൻ ഈ നദിയിൽ മണൽ ഉണ്ടാകണം. അത് കലങ്ങി മണലുമായി ഒഴുകുകയും വേണം. പക്ഷേ 80കളിലെയും 90കളിലെയും 2000ത്തിലേക്ക് അശാസ്ത്രീയമായ മണലൂറ്റൽ മൂലം പല നദികളിലും ഇന്ന് മണലില്ലാത്തൊരവസ്ഥയാണ്. അതിന്റെ ക്ഷോഭം അകറ്റാനായിട്ടുള്ള മണൽ പോലും അതിനകത്ത് നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ, അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ നദി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ പറയുന്ന പ്രളയകാലത്ത് ഈ പ്രളയം വന്നാൽ പോലും മണൽ നദിയിലുണ്ടെങ്കിൽ ഒരു പരിധി വരെ അതിന്റെ ക്ഷോഭം കുറയ്ക്കാൻ പറ്റും. നദിയിലൂടെ ഒഴുക്കിന് പ്രളയത്തിന്റെ ആഘാതങ്ങൾ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പക്ഷെ എന്നാൽ ഇന്നത്തെ നദികളിൽ മണലൂറ്റൽ മൂലം നദീ ചാനലിലും ആവശ്യം വേണ്ട മണലില്ലാത്തത് കൊണ്ട് അത് ഈ പ്രളയ സമയത്തോ അല്ലെങ്കിൽ ശക്തമായി ഒഴുകുമ്പോഴോ അതിന്റെ കരയോ പാലങ്ങളോ സൈഡ് വാളോ ഒക്കെ ഇടിച്ചിട്ട് ഒരുപാട് റവന്യൂ ലോസസ് ഉണ്ടാക്കുക.
നമ്മൾ മണൽ വാരിയെടുത്തതിനേക്കാളും എത്രയോ രൂപയുടെ നഷ്ടങ്ങളായിരിക്കും ഓരോ വർഷവും വരുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ നദികൾ ഇനി ആർട്ടിഫിഷ്യലായിട്ട് മണല് നദികൾക്ക് റീചാർജ് ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിലെ പല നദികളും നിലനിൽക്കുന്നതെന്നാണ് എന്റെ ഒരു കണ്ടെത്തൽ യഥാർത്ഥത്തിൽ. രണ്ടാമത്, ഈ മലകളെന്ന് പറയുന്നത് വാട്ടറിന്റെ ഒരു സംഭരണിയാണ്. അപ്പോൾ അത് യഥാർത്ഥം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സഹ്യപർവ്വത്തിന്റെ പ്രായം തന്നെ ഏകദേശം 60 ദശലക്ഷം വർഷമെന്നാണ് ആളുകൾ പറയുന്നത്, കണക്കുകൾ ശാസ്ത്രജ്ഞന്മാർ കണക്ക് കൂട്ടിയെടുത്തിരിക്കുന്നത്. ഈ 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഉയരമൊന്നും ഇല്ലായിരുന്നു സഹ്യപർവ്വതം. അപ്പൊ ഇത് ഉയരത്തിലേക്ക് ഉയർന്നു മാറിയപ്പോൾ ഒരുപാട് പൊട്ടലുകൾ അതിനകത്തുണ്ടായിട്ടുണ്ട് ഈ സഹ്യപർവ്വതത്തില്. ആ പൊട്ടലുകൾ ഫ്രാക്ചേഴ്സോ ജോയിൻസ് എന്നൊക്കെ ജിയോളജി ശാസ്ത്രജ്ഞന്മാർ പറയുന്ന മലമുകളിൽ അതിശക്തമായി മഴ പെയ്യുമ്പോൾ ഈ പൊട്ടലുകളിലൂടെ ജലം കിനിഞ്ഞ് താഴോട്ടിറങ്ങുകയും 300, 400, 500 മീറ്ററൊക്കെ താഴെയുള്ള ഫ്രാക്ചർ സോണുകളിൽ അത് സംഭരിച്ചു വെക്കുകയും ചെയ്യും. അത് താഴോട്ട് ഒഴുകുകയും ചെയ്യും. ഈ മൗണ്ടൻ ബ്ലോക്ക് റീചാർജ് എന്നാണ് പറയുന്നത്. ഇപ്പോഴുള്ള അശാസ്ത്രീയമായ പാറ ഖനനവും അതുപോലെ തന്നെ മറ്റ് മനുഷ്യന്റെ ഇടപെടലുകളും ഈ മൗണ്ടൻ ബ്ലോക്ക് റീചാർജ് പ്രോസസ്സിനെ ഒരുപാട് അതിനെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മൗണ്ടൻ ബ്ലോക്ക് റീചാർജിനെ പറ്റി ഇന്ത്യയിൽ തന്നെ വളരെ പഠനങ്ങൾ, ലോകത്തിൽ തന്നെ ഏകദേശം 250 പേപ്പറുകൾ, ഗവേഷണ പ്രബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊരു ഈ മൗണ്ടൻ ബ്ലോക്ക് റീചാർജ് പ്രോസസ്സ് പറ്റിയുള്ള പഠനങ്ങൾ നടന്നിട്ട് അത് ശരിയായ രീതിയിലുള്ള ലോകത്തിൽ തന്നെ അതിന്റെ ശ്രദ്ധ നേടി ഗവേഷണങ്ങൾ വന്നിട്ട് ഒരു 15 വർഷത്തോളം ആയിട്ടുള്ളൂ. ഇന്ത്യയിൽ ഒരുപാട് മൗണ്ടൻസ് ഉണ്ടെങ്കിലും സഹ്യാദ്രിയും ഈസ്റ്റേൺ ഗട്ട്സും ഹിമാലയവും ആരവല്ലി മൗണ്ടൻസും ഒക്കെ ഉണ്ടെങ്കിലും മൗണ്ടൻ ബ്ലോക്ക് റീചാർജ് എന്ന് പറയുന്ന മൗണ്ടൻസ് ജലങ്ങളെ സംഭരിക്കുകയും ഭൂഗർഭ ജലമാക്കി മാറ്റിവിടുകയും സർഫസ് വാട്ടറായിട്ട് മാറ്റിവിടുന്നതിന്റെ ശരിയായ പഠനങ്ങൾ നടന്നിട്ടില്ല. ഈ മൗണ്ടൻ ബ്ലോക്ക് റീചാർജിനെ പറ്റി ഒരു കാര്യമായ പഠനങ്ങൾ നടന്നില്ല. ഇന്ത്യയിലാകെ 2 പേപ്പറുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈഡ്രോളജി കൊണ്ടുവന്നിരിക്കുന്ന 1-2 പേപ്പർ, ഹിമാലയത്തിൽ നടന്നതല്ല. സഹ്യപർവ്വതത്തിൽ ഇതൊന്നും നടന്നിട്ടില്ല. ഈ മൗണ്ടൻ ബ്ലോക്ക് റീചാർജിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൗണ്ടൻസിലൂടെ ഉള്ള പൊട്ടലുകളുടെ ജലം കിനിഞ്ഞ് താഴോട്ട് ഇറങ്ങിയിട്ട് അത് അതിന്റെ താഴ്വാരങ്ങളിലേക്ക് വന്ന് പ്രഷറൈസ് ചെയ്തിട്ട് അവിടെയുള്ള ബോർവെൽസിലും ഓപ്പൺ വെൽസിലും ഒക്കെ ഈ വാട്ടർ കൊടുക്കും. ഈ ഗ്രൗണ്ട് വാട്ടറാണ്, അങ്ങനെയാണ് ഗ്രൗണ്ട് വാട്ടർ എത്തുന്നത്. കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ 90% സ്ഥലങ്ങളും ഈ ക്രിസ്റ്റലൈൻ അക്വിഫേഴ്സ് ആണ്. കട്ടിപ്പാറയിലാണ് നമ്മൾ ഉള്ള സ്ഥലങ്ങളാണ് നമ്മുടെ കേരളത്തിന്റെ ഭാഗങ്ങൾ. നമ്മുടെ കട്ടിപ്പാറ അല്ലാതെ അവസാദ ശിലകളെന്നോ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത് വളരെ കുറച്ചുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൗണ്ടനും അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളും ഉള്ള റീചാർജ് പ്രോസസ്സിനെ പറ്റി വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നില്ല. നമ്മളിപ്പോൾ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിലും ഇതിനൊക്കെ വളരെ പ്രധാനമായ കാര്യങ്ങളുണ്ട്. കാര്യം ഭൂമിക്കടിയിലേക്ക് മൗണ്ടനും തന്നെ ഈ മലയ്ക്കകത്തുനിന്ന് തന്നെ ഭൂമിക്കടിയിലേക്ക് വെള്ളം കിനിഞ്ഞിറങ്ങി താഴോട്ട് വരുന്നുണ്ട്. അത് ചിലപ്പോ തീർച്ചയായിട്ടും ആ ചരിവ് തലത്തിലുള്ള മണ്ണിനെ കൂടെ തള്ളി മാറ്റി നല്ല മഴ പെയ്യുകയാണെങ്കിൽ, അതിശക്തമായ അതിതീവ്ര മഴയാണെങ്കിൽ ആ മണ്ണിന് താഴോട്ട് റാപ്പിഡ് ആയിട്ടുള്ള മൂവ്മെന്റ്, ലാൻഡ് സ്ലൈഡ് എന്ന് പറയും, അതിവേഗതയിൽ ആ മണ്ണിനെ താഴോട്ട് തള്ളിക്കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് സംഭവിക്കാം. പക്ഷേ നമ്മൾ ഈ സാധാരണ ചെരുവ് സ്ഥലങ്ങൾ മാത്രമേ ഉരുൾപൊട്ടലും ആ മേഖലയും സോണേഷനും ഒക്കെ തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ താഴ്വാരങ്ങളിലും ആ മൗണ്ടൻ ബ്ലോക്കിന്റെ ഫ്രാക്ചേഴ്സ് അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്നുണ്ടാകുന്ന റീചാർജ് ഇതിന്റെ താഴെയും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അത് ഈ മിക്കവാറും ലാൻഡ് സ്ലൈഡ് സോണേഷനിൽ വരുന്ന സ്ഥലങ്ങളായിരിക്കത്തില്ല ഈ താഴ്വര പ്രദേശങ്ങൾ. അപ്പോൾ നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് ഈ ചരിവ് തലങ്ങളുള്ള സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നോക്കുന്നുള്ളൂ. അത് മാത്രമല്ല, അതിനോട് ചേർന്നുള്ള താഴ്വാര പ്രദേശങ്ങളിലും ഈ ജോയിന്റുകളും ഫ്രാക്ചറുകളും വന്നെത്തിയിരിക്കുന്നത് കൊണ്ടും അതിനകത്തൂടെ ഭൂഗർഭ ജലം സഞ്ചരിക്കുന്നത് കൊണ്ടും അതിന്റെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൊടുക്കുന്നത് കൊണ്ടും അത്തരം സ്ഥലങ്ങളും നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. കാരണം ഇവിടെ ഉണ്ടാകുന്ന കെട്ടിടങ്ങൾ അടിയിൽ ഇതുപോലുള്ള ഫ്രാക്ചറുകൾക്കകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. മുകളിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം ഈ നമ്മുടെ ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് 1 അതിശക്തിപൂർവ്വ മഴ പെയ്തു, 2 ചരിവ് തലങ്ങൾ ഇങ്ങനെയാണ്. ഇത് രണ്ടും മാത്രം നമ്മൾ കൈകാര്യം ചെയ്താൽ മാത്രം പോരാ. ഈ മൗണ്ടൻ ബ്ലോക്ക് റീചാർജ്, ഭൂമിക്ക് അടിയിലൂടെ വെള്ളം എങ്ങനെ പോയി താഴ്വാരങ്ങളിൽ ഉണ്ടാക്കുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ പറ്റിയും കൂടെ മനസ്സിലാക്കി അതങ്ങനെ ഏറ്റവും കൂടുതൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വരുന്ന സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങളെയും അപകട മേഖലകളാക്കി മാറ്റി അതനുസരിച്ചുള്ള പ്ലാനിങ്ങും ലാൻഡ് യൂസ് പാറ്റേണും ഒക്കെ മാറ്റി കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് കേരളം. ഈ പ്രത്യേകിച്ചും ഈ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള കാര്യങ്ങൾ നമ്മുടെ പ്ലാനിങ് പ്രോസസ്സും ഇതുപോലുള്ള മൗണ്ടൻ ചരിവ് തലങ്ങൾ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള
അടിവാരങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും പ്ലാനിംഗ് നടത്തുകയും ചെയ്യണമെന്നാണ് ഒരു ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തിയിരിക്കുന്ന ശാസ്ത്രജ്ഞൻ എന്നുള്ളതിൽ എൻ്റെ ഒരു അഭിപ്രായം. അവശേഷിക്കുന്ന പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും ഇതിനോടകം വന്നിട്ടുള്ള ഡാമേജസ് പരിഹരിക്കാനുമുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ പത്മലാൽ? ഇത് വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് പരിസ്ഥിതി പ്രശ്നങ്ങൾ എങ്ങനെയാണത് പ്രതിഫലിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനും പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്ത് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പനിയോ മറ്റസുഖമോ ഉണ്ടായാൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ചികിത്സ തേടി ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് നമ്മുടെ അസുഖമൊക്കെ അങ്ങ് ഭേദമാകും. അതേസമയം പരിസ്ഥിതിക്ക് നമ്മൾ ഈ പറയുന്ന അശാസ്ത്രീയമായ മൈനിങ്ങും ക്വാറിയും ഒക്കെ നടത്തുമ്പോൾ പരിസ്ഥിതിയിൽ അത് പല ദോഷകരമായിട്ട് പല രീതിയിലും അതിങ്ങനെ സ്ട്രെസ് അക്യുമുലേറ്റ് ചെയ്തിരിക്കും. അതൊരു 10, 20, 30 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇത് റിഫ്ലക്ട് ചെയ്യുന്നത്. റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ പിടികിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2000 തൊട്ട് നമ്മൾ 2024 വരെയുള്ള കാലഘട്ടം എടുത്ത് നോക്കിയാൽ ക്ലൈമാറ്റ് ചേഞ്ച് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2000 ക്ലൈമാറ്റ് ചേഞ്ച് ഉണ്ട് നമുക്കറിയത്തില്. പക്ഷെ നമുക്ക് പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത് 2017, 18, 19 തൊട്ട് കഴിഞ്ഞിട്ടായിരിക്കും. നമ്മൾ അത് ഫ്രീക്വന്റ് എല്ലാ വർഷവും നിരന്തരമായിട്ട് ഒന്നുകിൽ നമ്മുടെ കവളപ്പാറ, പുത്തുമല, അത് കഴിഞ്ഞ് കൊക്കയാറ്, അത് കഴിഞ്ഞിട്ട് പെട്ടിമുടി, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമ്മൾ വയനാട്, അതിനിടെ പ്രളയം, നിരന്തരമായിട്ട് നമ്മൾ ഇതിന്റെ ഭീഷണിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ സമ്മർ മൺസൂണിലിരിക്കുന്നത് കൊണ്ട് തന്നെ കവാടമാണ്. അതുകൊണ്ട് നമ്മൾ പ്രകൃതിയുടെ മാറ്റം, കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു മാറ്റം കാണിച്ചിട്ടും കാര്യമില്ല. ഇനി വരുന്ന ആളുകളിലും ഇതുപോലെ തന്നെ സംഭവിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ഈ പീരുമേട് പ്ലേറ്റോ വരുന്ന ഈ ഒരു വലിയൊരു ബ്ലോക്കിലും, അതുപോലെ തന്നെ വയനാട് പ്ലേറ്റോ വരുന്ന ആ ബ്ലോക്കിലും എപ്പോഴും നമ്മൾ നിരന്തരം ഇനിയും ഒരു പ്രളയം ഉണ്ടായാലോ, ഇനിയും ഒരു മണ്ണിടിച്ചിലുണ്ടായാലോ ഏറ്റവും കൂടുതൽ സംഭവിക്കുക ഈ 2 സ്ഥലങ്ങളും അതിന്റെ താഴ്വാരങ്ങളും തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾക്കും ഇതുപോലുള്ള ദുരന്തങ്ങൾക്കും അതിനനുസരിച്ചിട്ട് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ റിസോഴ്സ് എക്സ്ട്രാക്ഷനും വേസ്റ്റ് അക്യൂമുലേഷനും എല്ലാം ഈ പ്രകൃതിയുടെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അകത്ത് നിർത്തിക്കൊണ്ട് അതിന്റെ സപ്പോർട്ട് എന്തുമാത്രം എടുക്കാൻ പറ്റും എന്ന് പഠിച്ച് മനസ്സിലാക്കി എടുക്കുകയും എന്തുമാത്രം വേസ്റ്റ് ഒരു സ്ഥലത്ത് നിക്ഷേപിക്കാൻ കഴിയും, അതിന്റെ അസിമുലേറ്റീവ് കപ്പാസിറ്റി എത്രയാണ്, അത് നോക്കി അതനുസരിച്ചിട്ട് ഈ റിസോഴ്സ് എക്സ്ട്രാക്ഷനും വേസ്റ്റ് ജനറേഷനും മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ദോഷങ്ങളും സംഭവിക്കാൻ പറ്റുന്ന ഒരു ജിയോഗ്രഫിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഒരു കാലാവസ്ഥയുടെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. അതനുസരിച്ചിട്ടുള്ള എല്ലാ ഖനന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ അത് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ഈ മൗണ്ടൻസ് റീചാർജ് പ്രോസസ്സിനകത്ത് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ആ റീചാർജ് ചെയ്ത ജലം അതിന്റെ താഴ്വാരങ്ങളിലേക്ക് എവിടെയൊക്കെയാണ് അതിന്റെ സ്ട്രെസ് ബിൽഡപ്പ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് കൂടുതൽ ജലം എത്തുന്നത്, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എത്തുന്നത്, ഇതെല്ലാം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയും ഗവേഷണം ശക്തിപ്പെടുത്തുകയും അതനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്തുകയും അത് ഡിസിഷൻ മേക്കേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസിലുള്ളവർ അതനുസരിച്ചിട്ടുള്ള ഒരു രീതിയിൽ പ്രവർത്തിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു നല്ലൊരു ഭാവി കേരളം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുള്ളത്. പരിസ്ഥിതിക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വികസനം മാത്രമേ കേരളത്തിൽ നമുക്ക് ഇനി നടത്താൻ കഴിയൂ. അല്ലാതെ ചെയ്യുന്നതിനെല്ലാം അതെല്ലാം കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകും, ദോഷമായിരിക്കും നമുക്ക് ഉണ്ടാക്കി വെക്കുന്നത് എന്നാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെ ബോട്ടണി പ്രൊഫസറായിരുന്ന ഡോക്ടർ തോമസ് പി തോമസ് ചെമ്പൻമുടിയിലും ആറന്മുളയിലും ജനകീയ സമരങ്ങൾക്ക് പിന്നിൽ അടിയുറച്ചു നിന്ന പ്രശസ്ത പരിസ്ഥിതിവാദിയാണ്. ഡോക്ടർ തോമസ് പി തോമസിന് പറയാനുള്ളതും നമുക്കൊന്ന് കേൾക്കാം. പ്രകൃതി ദുരന്തങ്ങൾ പൊടുന്നനവേ ഉണ്ടാകുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുണ്ടാകുന്ന മിക്ക ദുരന്തങ്ങളും കാലാകാലങ്ങളായി അശാസ്ത്രീയമായി അമിത ചൂഷണത്തിന് വിധേയമാക്കുന്നതിലൂടെ ഉണ്ടാക്കപ്പെടുന്നവയാണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നമുക്കറിയാം. പശ്ചിമഘട്ടം അഥവാ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് നാം അവയെ വിളിക്കുന്നു. കടൽ മുതൽ പശ്ചിമഘട്ടം വരെ കുറഞ്ഞ ദൂരം, ചിലയിടങ്ങളിൽ 60 മുതൽ 70 കിലോമീറ്റർ വരെ മാത്രമാണ്. ഇവിടെയാണ് വികസനത്തിൻ്റെ പേരിലുള്ള അനിയന്ത്രിതമായ അശാസ്ത്രീയമായ ഇടപെടലുകൾ നിർണായകം ആകുന്നത്.
വനം കയ്യേറ്റവും പാറപൊട്ടിക്കലും കുന്നിടിക്കലും പുൽമേടുകൾ നശിപ്പിക്കുന്നതും ഏകവിള കൃഷിത്തോട്ടങ്ങളും എല്ലാം കൂടി ചേർന്ന് വളരെ സങ്കീർണമായ ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷം ഉടലെടുത്തിരിക്കുന്നു. കഴിഞ്ഞ 30-40 വർഷങ്ങൾ കൊണ്ടാണ് ഇത്രയേറെ നാശമുണ്ടായിട്ടുള്ളത്. സുസ്ഥിരമായ ശാസ്ത്രീയമായ ഖനന നിർമ്മാണ കൃഷിരീതികൾ നാം അവലംബിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇനിയും വരാനിരിക്കുന്ന ദുരന്തങ്ങൾ ഇപ്പോൾ കണ്ടതിലും ഏറെ ആയിരിക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾ. സുഗതകുമാരി ടീച്ചറും ഗാഡ്ഗിലും വി വിജയനും ഉമ്മനും പ്രസക്തമാകുന്നത് ഇത്തരുണത്തിലാണ്. അമ്പൂരിയും പുത്തുമലയും കവളപ്പാറയും നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ ചൂരൽമലയും മുണ്ടക്കൈയും. ദുരന്തങ്ങൾക്ക് ശേഷം കാര്യകാരണങ്ങളെല്ലാം പഠന വിധേയമാക്കും. ബൃഹത്തായ റിപ്പോർട്ടും തയ്യാറാക്കും. പക്ഷെ അവ വെളിച്ചം കാണാറുണ്ടോ? അവ നടപ്പാക്കാറുണ്ടോ? ഈ അനാസ്ഥ തന്നെയാണ് ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെ തുടക്കം. ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാത്തവർ ദുരന്തങ്ങളിലേക്ക് വീണ്ടും വീണ്ടും എടുത്തെറിയപ്പെടും. ഗൂഗിൾ എർത്ത് പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൽ കാലാകാലങ്ങളായി ഭൗതികമായി ഭൂമിശാസ്ത്രപരമായി നടന്ന മാറ്റങ്ങൾ കാണാം. പശ്ചിമഘട്ടവും മലനിരകളും കുന്നുകളും എല്ലാം കാർന്നെടുത്തിരിക്കുന്നു. നഷ്ടപ്പെട്ട കുന്നുകൾ, നികത്തപ്പെട്ട തണ്ണീർത്തടങ്ങൾ, കായലുകൾ, നദികൾ, ഇവയിലെ കയ്യേറ്റങ്ങൾ എല്ലാം പകൽ പോലെ വ്യക്തം. എന്നിട്ടും ബന്ധപ്പെട്ട അധികാരികൾ എന്തേ അവ കാണാതെ പോകുന്നു? ദുരന്തങ്ങളിലേക്ക് നയിക്കുന്ന ഘടകങ്ങളും കാരണങ്ങളും സാഹചര്യങ്ങളും നമുക്ക് കൃത്യമായി അറിയാം. പക്ഷേ നിർദ്ദേശിക്കപ്പെടുന്ന പരിഹാരമാർഗ്ഗങ്ങൾ നടപ്പിലാകുന്നില്ല. മതരാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ, വലിയ കച്ചവട താൽപ്പര്യങ്ങൾ, അവിഹിത സ്വത്ത് സ്വന്തമാക്കൽ തുടങ്ങി പല കാരണങ്ങൾ ഇതിന് പുറകിലുണ്ട്. ദുരന്തം പേറുന്നതോ സാധാരണക്കാർ, പാവപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ. പത്തനംതിട്ടയിലെ ആറന്മുള വിമാനത്താവള വിഷയത്തിൽ ജനങ്ങളെടുത്ത നിലപാട് കേരളത്തിനൊരു മാതൃകയാണ്. ജനങ്ങളുടെ കൂട്ടായ്മയോടൊപ്പം സാംസ്കാരിക നായകരും സാംസ്കാരിക സംഘടനകളും ശാസ്ത്രജ്ഞന്മാരും പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരും ന്യായപീഠങ്ങളും ഒത്തുചേർന്നപ്പോൾ ആ നാടും സമീപ പ്രദേശങ്ങളും ഒരു മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. 2018 മഹാപ്രളയത്തിൽ ആറന്മുളയും പരിസര പ്രദേശങ്ങളും കുട്ടനാട് തന്നെയും ഒരു മഹാദുരന്തത്തിലേക്ക് വലിച്ചെറിയപ്പെടാതിരുന്നത് പാഞ്ഞു വന്ന പ്രളയജലത്തെ ആറന്മുള പുഞ്ച ഉൾക്കൊണ്ടതുകൊണ്ടാണ്. അവിടെ നികത്തിയിരുന്നെങ്കിൽ ആറന്മുളയും പരിസര പ്രദേശങ്ങളും മഹാപ്രളയത്തിൽ ഒരു ശവപ്പറമ്പായി മാറിയേനെ. പത്തനംതിട്ട ജില്ലയെ എടുത്താൽ 600-ൽ ഏറെ പാറമടകൾ, അത്രത്തോളം തന്നെ ക്രഷർ യൂണിറ്റുകൾ. പക്ഷേ യഥാർത്ഥ കണക്കുകൾ ഇതിലും എത്രയോ ഏറെ. സർക്കാർ വകുപ്പുകൾ ലഭ്യമാക്കിയ കണക്കുകൾ ഒട്ടും വ്യക്തതയില്ലാത്തതാണ്. ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും അടിമുടി മാറേണ്ടതാണ്. ഉപഗ്രഹ നിരീക്ഷണ ചിത്രങ്ങൾ ISROയിൽ ലഭ്യമാണെന്നിരിക്കെ അവ എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ കാലത്ത് സുതാര്യമായി ഉപയോഗിക്കാത്തത്? ശാസ്ത്രീയമായ ആധുനിക സങ്കേതങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിച്ചാൽ മാത്രമേ ഇനി മുൻകരുതലുകൾ എടുക്കാൻ കഴിയുള്ളൂ. പത്തനംതിട്ട ജില്ലയിലെ പാറമടകളുടെ ഭീഷണി ഓരോ മഴക്കാലത്തും വർദ്ധിച്ചു വരുന്നു. ഉപേക്ഷിക്കപ്പെട്ട പാറമടകളിൽ അത് ചെമ്പൻമുടിയിലായാലും ചുങ്കപ്പാറയിലായാലും കുറിയന്നൂർ കോളഭാഗത്തായാലും മല്ലപ്പള്ളിയിലായാലും ആനിക്കാട്ടായാലും പത്തനംതിട്ട ജില്ലയിൽ എല്ലായിടത്തും ജലബോംബുകളായി അവ ഉറങ്ങുന്നു. അവയെ അപകടരഹിതമാക്കി നിയന്ത്രിതമായ അളവിൽ ആ ജലം തുറന്നുവിട്ട് വേനൽക്കാലത്ത് ജലസേചനത്തിനും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കർമ്മ പദ്ധതികൾ സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കണം. തികച്ചും ദുർബലമായ പാറമടകൾ, ഇത്തരം ജലബോംബുകൾ ഉള്ള സ്ഥലങ്ങൾ നിർവീര്യമാക്കാൻ വേണ്ട പഠനങ്ങൾ നടത്തണം. ചുറ്റും നടക്കുന്നത് കണ്ണു തുറന്ന് കാണുക. എന്തുകൊണ്ടിത് സംഭവിക്കുന്നുവെന്ന് തിരിച്ചറിയുക. താമസം വിന വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക. ഇനിയും ജനങ്ങളുടെ ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാൻ, ജീവിതം വഴിമുട്ടിപ്പോകാതിരിക്കാൻ ഇത് അത്യാവശ്യമാണ്. സർക്കാരുകൾ കണ്ണു തുറക്കണം. രാഷ്ട്രീയ ഭേദമില്ലാതെ ഉറക്കം നടിക്കുന്നവരെ ജനങ്ങൾ ജനാധിപത്യപരമായി ഉണർത്തട്ടെ. ശാസ്ത്രീയമായ രീതിയിൽ ഭൂമിയുടെ സ്വാഭാവിക നിലയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതും അവിടെ കിടപ്പാടമൊരുക്കുന്നതും മറ്റു വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതുമൊക്കെ തെറ്റാണെന്നല്ല ഈ പറഞ്ഞതിനൊക്കെ അർത്ഥം. പശ്ചിമഘട്ട മലനിരകൾ ഇടിച്ചു നിരത്തി വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും മല തുരന്ന് വൻ തുരങ്കങ്ങൾ സൃഷ്ടിക്കുമ്പോഴും പുഴയ്ക്കും തോടിനും കുറുകെ റോഡുകൾ ഉണ്ടാക്കുമ്പോഴുമൊക്കെ അവിടുത്തെ സ്വാഭാവിക നീരൊഴുക്കിനെ കാര്യമായി തടസ്സപ്പെടുത്താതെ പ്രകൃതിയെ കൂടുതൽ മുറപ്പെടുത്താതെ സൂക്ഷിക്കുവാൻ അത്യന്തം ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇവിടെ മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ അനിശ്ചിതത്വത്തിലാവുമെന്നതിന് സംശയം വേണ്ട. എല്ലാം നന്മയുടെ പാതയിലേക്ക് തന്നെ തിരികെ എത്തുമെന്ന് പ്രത്യാശയോടെ മൊസൈക്ക് ഇന്ത്യയുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മൊസൈക്ക് ഇന്ത്യയുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. സ്നേഹത്തോടെ രാധാകൃഷ്ണൻ കുറ്റൂർ. ഇഞ്ചോളം വെള്ളം കേറിയ നാടിനെ നമ്മൾ കരകേറ്റി, കടലോളം വീശി അടിച്ചൊരു കാറ്റിനെ നമ്മൾ മലകേറ്റി. തകതെയ്ത 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 തകതാരോ തകതെയ്ത 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 തകതാരോ. നെഞ്ചോളം വെള്ളം കേറിയ നാടിനെ നമ്മൾ കരകേറ്റി, കടലോളം വീശിയടിച്ചൊരു കാറ്റിനെ നമ്മൾ മലകേറ്റി. ഇക്കാലം മാറും, നമ്മുടെ കാലക്കേടുകൾ കഥയാകും. നാം ഒന്നായി കൂടിയിരിക്കും, നാളെത്തും വൈകാതെ.